സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ സൺസ്പീഡ് എന്നുള്ള ഒരു എൻട്രി ലെവൽ റോഡ് ബൈക്ക് നമ്മൾ അൺബോക്സിങ് ചെയ്തിട്ട് അസംബിൾ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം അതിൻ്റെ ഷിഫ്റ്ററൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. സൺസ്പീഡ് എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര്. സൺ സ്പീഡല്ല, സൺസ്പീഡ്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതൊരു ബോക്സ് ഉണ്ട്. ഇപ്പോൾ ഇതിനകത്താണ് അതിൻ്റെ പെഡല്, ക്വിക്ക് റിലീസ്, അതുപോലെ തന്നെ സാഡിലൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡാണ്, ഞാനും. അപ്പോൾ നമുക്കിതൊന്ന് ഉയർത്തി നോക്കാം കേട്ടോ. ഇതാണ് സംഭവം. കണ്ടോ, നല്ല റെഡ് കളറാണ്. ഇത് എക്സൽ സൈസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതപ്പോൾ ഇതാണ്ട സൺസ്പീഡിൻ്റെ റോഡ് ബൈക്ക്. അപ്പോൾ അതിൻ്റെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ തമ്പനയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഇത് മാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ്ട ഉള്ളിൽ ഉള്ള പാക്കിലുള്ള കാര്യങ്ങൾ. ഇതേ സാഡിൽ, ഫ്രണ്ട് വീലിൻ്റെ ക്വിക്ക് റിലീസാണിത്. ഇത് പെഡല്, അതുപോലെ തന്നെ ഇത് സാഡിൽ സീറ്റ് പോസ്റ്റ് ഫിറ്റ് ചെയ്യാനുള്ള സംഭവം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫിറ്റിങ് നല്ല രസമാണ്. മറ്റുള്ള ബൈക്കുകളെ അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ ഈ റോഡ് ബൈക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ ലളിതമാണ് കുറേ കൂടി. അപ്പോൾ സീറ്റ് പോസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അസംബ്ലിങ്ങൊക്കെ നോക്കട്ടെ. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ റോഡ് ബൈക്കിൻ്റെ ഈ ഒരു ഹാൻഡിൽ ബാർ ഫിക്സ് ചെയ്യണം. അവിടെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് യൂണിറ്റ്, പിന്നെ അതുപോലെ തന്നെ പെഡല്, സീറ്റ് പോസ്റ്റ്, ഗിയർ ട്യൂണിങ്, ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഗ്രീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പാർക്കൂളിൻ്റെ AWS എന്നുള്ളൊരു ടൂളാണ്. ഞാൻ 4, 5, 6 അങ്ങനൊരു അല്ലെങ്കിൽ സൈസാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാരിസിൻ്റെ ഷിഫ്റ്ററാണ് ഈ വരുന്നത്. ഷിമാനോ ക്ലാരിസാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ ഈ കെട്ടിയിട്ട രീതിയിലാണ് വരുന്നത്. അപ്പോൾ 4mm ആണ് കേട്ടോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ആദ്യം ഊരി മാറ്റണം. അപ്പോൾ നമ്മൾ ഫുൾ ടൈറ്റ് ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കൊള്ളിച്ച് നിർത്തുന്നേ ഉള്ളൂ, ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. ഇനി അടുത്ത നടപടി നമുക്ക് സീറ്റ് പോസ്റ്റും സീറ്റ് ഫിറ്റ് ചെയ്യാം. ഇത് ഈ ഒരു സംഭവം ഉണ്ടോ നമ്മുടെ സീറ്റ് പോസ്റ്റിൻ്റെ അവിടെ വരുന്നത്. അവിടെ ഒരു ഹോളുണ്ട്. അത് ഇതിനകത്തേക്ക് കയറിപ്പോയിട്ട് ഇതിവിടെയാണ് സീറ്റ് പോസ്റ്റിൻ്റെ ട്യൂബ് കടന്നു പോകുന്നത്. ഇത് ഈ ഒരു ഗ്രൂവ് വേണ്ട, ഇത് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ. അപ്പോൾ ഇത് കയറുന്നില്ല കേട്ടോ. അതിൻ്റെ അർത്ഥം ഇത് ടൈറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ലൂസ് ചെയ്യുക. അപ്പോൾ വേണ്ട, താഴേക്ക് പോയിക്കോളും. അപ്പോൾ ഇതാണ് നമുക്ക് സീറ്റ് ഉയർത്തേം താഴത്തെ ചെയ്യാൻ പറ്റിയ സീറ്റ് പോസ്റ്റിൻ്റെ ഉള്ളൊരു 5mm ബോൾട്ട് വരുന്നത് കേട്ടോ. സംഭവം സിമ്പിളാണ്, പക്ഷേ നല്ല ഭംഗിയാണ്, സ്ട്രോങ്ങുമാണ്. മൊത്തത്തിൽ റോഡ് ബൈക്ക് ലൈറ്റ് വെയിറ്റ് ആണ്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല വീഡിയോയിൽ പറയാം കേട്ടോ. പിന്നെ ഇപ്പോൾ നമുക്ക് അടുത്ത നടപടി ഇതിൻ്റെ സീറ്റ് ഫിറ്റ് ചെയ്യുക. അതുപോലെ ഈ സീറ്റ് ട്യൂബില്ലേ, ഇതിൻ്റെ ഈ ബാക്ക് സൈഡിലായിട്ട് വരുന്നു കേട്ടോ. എപ്പോഴും സാഡിലിൻ്റെ ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ വരുമ്പോൾ ബാക്ക് സൈഡിലായിരിക്കണം നമ്മുടെ ഈ സീറ്റിൻ്റെ ഫിറ്റിങ്സ് വരേണ്ടത്. അതായത് ഈ ലെങ്ത്തുള്ള ഭാഗം ഇതിൻ്റെ പുറകിലേക്ക് വരണം, ഈ ഒരു ഭാഗം. അപ്പോൾ നമുക്ക് പെഡൽ ഫിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പെഡൽ ലെഫ്റ്റും റൈറ്റും വരുന്നുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ലെഫ്റ്റ് എന്നുള്ളത് ഈ ഒരു ഭാഗം,
റൈറ്റിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ക്രാങ്കുള്ള ഭാഗമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രീസ് പറ്റി കൊടുക്കണം. അതുപോലെ പുതിയതായതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ശേഷം കേട്ടോ ഫിറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ലെഫ്റ്റ് ഫിറ്റ് ചെയ്യാം. ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസിൽ ടൈറ്റ് ചെയ്യുക കേട്ടോ. അതായത് ഇടത്തേക്ക് നമുക്ക് ടൈറ്റ് ചെയ്യണം കേട്ടോ. ആദ്യം കൈവച്ച് ടൈറ്റ് ചെയ്യുക, എന്നിട്ട് വേണം ഫൈനലി നമ്മൾ സ്പാനർ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ഈ ത്രെഡ് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് റൈറ്റ് ഫിറ്റ് ചെയ്യാം. റൈറ്റ് വരുമ്പോൾ സാധാരണ പോലെ തന്നെ ക്ലോക്ക് വൈസിലോട്ട് തിരിച്ച് ടൈറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് പെഡൽ സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാം. ഇത് പാർക്ക് ടൂളിൻ്റെ ആണ് കേട്ടോ. PW4 എന്നുള്ള ടൂളാണ്. ഭയങ്കര സ്ട്രോങ് ആണ്. എത്ര അഴിയാത്ത പെഡലും ഇത് വെച്ച് അഴിക്കാൻ പറ്റും. അപ്പോൾ അതെ റൈറ്റ് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ലെഫ്റ്റ് നമുക്ക് ഓക്കെ, ഇത് കഴിഞ്ഞു. ഇനി അടുത്ത നടപടി വീല് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ചില ടയറിന് ഡയറക്ഷനൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. അല്ല ഇത് ഓക്കെ, ഇത് ഡയറക്ഷനുള്ള മോഡലാണ് കേട്ടോ. അപ്പോൾ ആ ഡയറക്ഷൻ മുൻപോട്ട് വരുന്ന രീതിയിൽ വേണം നമ്മളിത് വീല് ഫിറ്റ് ചെയ്യാൻ. നമ്മൾ കുറച്ച് ക്വിക്ക് റിലീസിലും കുറച്ച് ഗ്രീസ് ഇട്ട് കൊടുക്കുക. യെസ്, ഈ സ്പ്രിങ്ങിൻ്റെ ഫിറ്റിങ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്പ്രിങ്ങിൻ്റെ ഈ ഒരു ചെറിയ ഭാഗം ഇത് ഇവിടെ കണ്ട ഈ ഒരു രീതിയിലാണ് ഇവിടെ വരാൻ വേണ്ടി. കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ വീല് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രേക്ക് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന് 2 സ്പേസറുകൾ വരും കേട്ടോ. ഈ സ്പേസർ ഈ ഒരു രീതിയിൽ ഇതിൻ്റെ പുറകിൽ വരും. എന്നിട്ട് നമുക്കിത് ഈ ഒരു നെറ്റ് പോലെ കണ്ടോ, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇത് ഈ ഹോൾസിൻ്റെ അകത്തേക്ക് പോകും. അപ്പോൾ ആദ്യം ഇത് അങ്ങോട്ട് അകത്തേക്ക് ഫിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ബ്രേക്ക് നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും ഫുൾ ടൈറ്റ് അല്ല കേട്ടോ. ഇനി നമുക്ക് വീൽ എയർ അടിക്കണം. ഈ പേപ്പറൊക്കെ ഒന്ന് പൊളിച്ചു കളയാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കറക്റ്റ് ഗ്രാഫിക്സും ഡിസൈനും ഭംഗിയൊക്കെ മനസ്സിലാവുള്ളൂ. നേരെ അതിലേക്ക് കിടക്കുക.
എന്താ ലുക്ക്, അതിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ, ഗ്രാഫിക്സ് വർക്കും പെയിൻറ്റിങ്ങും എല്ലാം കൊണ്ട് ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സൺസ്പീഡിൻ്റെ മാർസ് എന്നുള്ള മോഡലാണ്. എൻട്രി ലെവൽ റോഡ് ബൈക്കാണ്. അങ്ങനെ നമ്മളെല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ വീലും ഹാൻഡിൽ ബാറും തമ്മിൽ അലൈൻ ചെയ്യുന്നത് ഈ 2 ബോൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ്സെറ്റ് ബെയറിംഗ് ചെക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ഹാൻഡിൽ ബാറിൻ്റെ ഈ ഒരു ബോൾട്ട് നമ്മൾ ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ബ്രേക്കിൻ്റെ ബോൾട്ട് ഉള്ളിൽ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗിയറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. ഇതിപ്പോൾ ക്ലാരിസിൻ്റെ ഷിമാനോണ് വരുന്നത്. പിന്നെ നമുക്കിതേ ഒരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്, നമ്മുടെ ചേസിൻ്റെ ആണ്. ഇത് ഭയങ്കര വെയിറ്റ് ഇല്ലാത്തതാണ്. അങ്ങനെ നമ്മളിത് വിജയകരമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഗിയറിൻ്റെ ഇത് ഇഷ്യൂ ഒക്കെ നമുക്ക് നോക്കാം. അവിടെ തന്നെ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ആകെ ഒരു 9 കിലോ ഉള്ളൂ കേട്ടോ. ഞാനതേ ഈ 2 വിരലിന് ഒന്ന് നിർത്തി കാണിച്ചതേ, ഇത് കണ്ടോ, വെറും 2 വിരലിലാണ് ഇത് പിടിച്ചിരിക്കുന്നത്. 9 കിലോ ഇതിനകത്ത് ആകെ ഭാരം വരുന്നുള്ളൂ. അപ്പോൾ അത്രക്കും ലൈറ്റ് വെയിറ്റ് ആണ്. എന്തായാലും എൻട്രി ലെവലുള്ളൊരു ബൈക്കാണ്. അപ്പോൾ നമുക്ക് ഗിയറിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതുപോലെ തന്നെ മറ്റുള്ള തമ്പ് ഷിഫ്റ്ററിനെ അപേക്ഷിച്ചിട്ട് ഇതിന് വരുന്നത് ഷിമാനോയുടെ ക്ലാരിസിൻ്റെ റോഡ് ബൈക്ക് ഷിഫ്റ്ററാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഗിയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗിയറും കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അപ്പോൾ ബാക്കിൽ 8ഉം ഫ്രണ്ടിൽ 2ഉമാണ്. പിന്നെ ഇതിൻ്റെ സ്പോക്കിൻ്റെ കാസറ്റിൻ്റെ ഒക്കെ എണ്ണവും കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഷിഫ്റ്റർ വരുന്നത് കേട്ടോ. ഇപ്പോൾ റോഡ് ബൈക്കിന് ഷിഫ്റ്റർ നമുക്ക് ഈ ഒരു രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബാക്ക് സൈഡിലുള്ളതാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ലോ ഗിയറിൽ കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇതാണ് കേട്ടോ ഡൗൺ ഷിഫ്റ്റ് കേട്ടോ. ഇതാണ് ഡൗൺ ഷിഫ്റ്റ്. ഒന്ന് ട്യൂൺ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് നമുക്കിത് ഈ ഒരു ബാരൽ അഡ്ജസ്റ്റർ ഉപയോഗിക്കാം. ഇപ്പോൾ കാണുന്നത് ആണോ. അപ്പോൾ കേബിൾ നമുക്ക് കുറച്ച് ലൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ടൈറ്റ് ചെയ്തു. ഓക്കെ, 7 6 5 4 3 2 1. 1 അല്ല കേട്ടോ, ഇത് നേരെ ഓപ്പോസിറ്റാണ്. 8 നിന്ന് 1ലേക്കാണ്. ഇതിപ്പോൾ 8 ആണ്. 7 6 5 4 3 2 1. ഇതിലൊക്കെയാണ്. പിന്നെ ഈ ചെയിൻ ഇപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടാ. നമുക്കിത് ഈ ഫ്രണ്ട് ഡിറയിൽ ചെറുതായിട്ടൊന്ന് അറിയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഗിയർ ട്യൂൺ ചെയ്യണം. ഇനി നമുക്ക് ഫ്രണ്ട് ഷിഫ്റ്റർ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ തരാം കുഞ്ഞിടാ. അതെ, ഫ്രണ്ട് ഷിഫ്റ്റർ ഇപ്പോൾ ഫ്രണ്ടിൽ വലിയ ക്രാങ്കിലേക്ക് വീണിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയാണ് കേട്ടോ ബാരൽ അഡ്ജസ്റ്റർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് ആ സൗണ്ട് മാറ്റി നോക്കാം. അതെ, ഞാൻ ടൈറ്റ് ചെയ്തപ്പോൾ സൗണ്ട് പോയി. ഇനി നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് അടുത്തയിലേക്ക് ഇടാം. ഇതാണ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഡൗൺ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഒരു ലാഗ് ഉണ്ട്. അപ്പോൾ കുറച്ച് കേബിൾ ലൂസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ താഴേക്ക് വരുന്നത് കാണാം. ഫ്രണ്ട് താഴേക്ക് വരുന്നതായിട്ട് കാണാം. കണ്ടോ, കൊള്ളാട്ടോ. സംഭവം ഒരു 10 കിലോമീറ്ററോളം തിരിക്കി. ഇപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.